നിങ്ങളെ സ്വത്ത് എന്ന് പറയാൻ നിങ്ങളേൽ എന്താ ഉള്ളത്? നിങ്ങളെ സ്വത്ത് എന്ന് പറയാൻ നിങ്ങൾ തിന്നതേ ഉള്ളൂ, അത് നിങ്ങളതാ. നിങ്ങൾ ഉടുത്തതേ ഉള്ളൂ, അത് നിങ്ങളതാ. പിന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണേ എന്റെ അവിടെ ഉള്ള ഒരു 10 സെന്റ് ഉണ്ടല്ലോ, ഇവിടെ ഉള്ള ഒരു 3 മുറി കട ഉണ്ടല്ലോ, മോളെ പേരിൽ 150 പവനുണ്ടല്ലോ, അത് അനന്തര സ്വത്താ. നിങ്ങൾ ഇപ്പൊ ഇവിടെ കിടന്നു മരിച്ചുപോയാൽ അത് അനന്തര സ്വത്തായി മാറിക്കഴിഞ്ഞു. അത് നിങ്ങൾക്ക് കിട്ടൂല. ദുനിയാവിൽ കണ്ട് നീക്കി വെച്ചത് മക്കൾക്കാണെങ്കിലും മരിയക്കാണെങ്കിലും പേരിലാക്കി വെച്ചത് നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾക്ക് ശേഷം അതിനെ കഷണങ്ങളാക്കി മക്കൾ കൊണ്ടുപോകാൻ നിൽക്കും. ഞാൻ ഇവിടെ ഇങ്ങനെ ആലോചിക്കുക, എനിക്ക് ആ നന്മണ്ട റോഡ് സൈഡിലുള്ള 25 സെന്റ് ഇന്റെ തന്നെ, ഇപ്പുറത്തുള്ള 10 സെന്റ് ഇന്റെ തന്നെ, അങ്ങാടിയിലെ 3 മുറിക്കോടെ പീടി എന്റെ തന്നെ. ശരി, തിരിച്ചു പോകുന്നത് പെട്ടിന്റെ ഉള്ളിലാക്കി വിമാനത്തിന്റെ അടിയിൽ മയ്യത്തായിട്ടാണെങ്കിൽ ഞാൻ ആ സമ്പാദിച്ചു വെച്ചതൊക്കെ അനന്തര സ്വത്താ. എന്റെ സ്വത്ത് എന്ന് പറയാൻ ഞാൻ തിന്നതേ ഉള്ളൂ, ഞാൻ ഉടുത്തതേ ഉള്ളൂ. പിന്നെ അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്റെ ഖബറിലേക്ക് പോരും. ബാക്കിയുള്ളതൊക്കെ ദുനിയാവിലിന്റെ അനന്തര സ്വത്തുക്കളായിട്ട് ഞാൻ സമ്പാദിച്ചു വെച്ചതാ. നമ്മളെ സ്വത്ത് എന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹിക്കേണ്ടതേ അള്ളാന്റെ മാർഗത്ത് കൊടുക്കുന്നതിനെയാ. അത് നമ്മളെ കൂടെ ഉണ്ടാവും, നമുക്ക് ഉപയോഗപ്പെടുത്താനുണ്ടാവും, പടച്ചവനോട് കണക്ക് പറയാനുണ്ടാകും.